എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 47, 48, 49, 50, 51 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് പോയതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണനും ആ കൂട്ടുകാരും കൂടിയിട്ട്, ഗോപകുമാരന്മാരും കൂടിയിട്ട് ആ പശുക്കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ആഘോഷപൂർവ്വം തിരിച്ചു വരണു. വരുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദര രൂപം, അതിസുന്ദരമായ രൂപത്തിന്റെ വർണ്ണനയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗ പ്രോദ്ദാമവേണുദള ശൃംഗരസോത്സവാഢ്യ വത്സാൻ ഗൃണൻ അനുഗീത പവിത്രകീർത്തി ഗോപീദൃക് ഉത്സവദൃശി പ്രവിവേശഗോഷ്ഠം. ഗോകുലത്തിലേക്ക് പോണ ഭഗവാനെ വർണ്ണിക്കുകയാണ്. തലയില് അതിസുന്ദരമായ അങ്ങനെ പീലി ചൂടിയിട്ടുണ്ട്. ആ പീലിയുടെ കൂടെ നിറച്ച് പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങൾ വെച്ചിട്ട് അതിന്റെ നടുക്കാണ് പീലി കുത്തിയിരിക്കുന്നത്. മുഖത്തും കൈകളിലും മാറത്തും മനയോലകൾ കൊണ്ട് കുറിയിട്ടിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ആ വർണ്ണം. അതുകൊണ്ട് ഓരോ അവയവങ്ങളിൽ ഓരോ നിറം കാണപ്പെടുകയാണ്. അതുകൊണ്ട് ബഹുവിധ നിറങ്ങളോട് കൂടിയിരിക്കുന്ന അവയവങ്ങൾ നിമിത്തം ആശ്ചര്യരൂപനായിരിക്കുന്നു. അങ്ങനെയാ പല നിറത്തിലുള്ള കുറികൾ തൊട്ടിരിക്കുക. ഓടക്കുഴല് മുതലായ വാദ്യങ്ങളെ അത്യുച്ചത്തിൽ ഇങ്ങനെ ഊതുന്നുണ്ട്. വളരെ ഉറക്കെയാ ഓടക്കുഴല് ഊതുന്നത്. അപ്പൊ അതിൽ നിന്ന് പുറപ്പെടുന്ന മനോഹര നാദങ്ങൾ നിമിത്തം മഹോത്സവശാലിയായിരിക്കുന്നു. വളരെ ഉറക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് അത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് തിരിച്ചു വരണതെന്ന് എല്ലാവർക്കും മനസ്സിലാവും അത് കേൾക്കുമ്പോൾ. ഇടയ്ക്കിടെ ആ പശുക്കുട്ടികളുടെ ഓരോവിധ അരുമ പേരുകൾ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് അവയെ ലാണിക്കുന്നുണ്ട്. ഓരോരോ പേരിട്ടിട്ടുണ്ട് ഓരോ പശുക്കുട്ടികൾക്ക്. അപ്പൊ അതൊക്കെ ഇങ്ങനെ സുന്ദരീ, നെറ്റിച്ചൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ പേരിട്ടിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഉറക്ക വിളിച്ച് അവരെ ഇങ്ങനെ തലോടിക്കൊണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഓടക്കുഴല് വിളിക്കും. പിന്നെ കുറച്ച് വാദ്യങ്ങൾ കൊട്ടും. ഇങ്ങനെ ആ കുട്ടികളെ പുറത്തു തട്ടും. ഇങ്ങനെയൊക്കെ ഓരോരോ കുസൃതികൾ കാണിച്ചുകൊണ്ടാണ് കണ്ണൻ. ആ പിന്നാലെ വരുന്ന ഗോപകുമാരന്മാരും അവര് ശ്രീകൃഷ്ണൻ വനത്തിൽ വെച്ച് കാട്ടിയ അത്ഭുത ലീലകളെ കുറിച്ച് ഇങ്ങനെ ഓരോ പാട്ടൊക്കെ ഉണ്ടാക്കി പാടുന്നുണ്ട് അവര്. അത് കേൾക്കുമ്പോ ആ കേൾക്കുന്നവരുടെയും പാടുന്നവരുടെയും എല്ലാ പാപങ്ങളും നശിച്ചു പോകും എന്ന് പറയണു. അങ്ങനെ അത്രയും പരിശുദ്ധമാണ് ആ കീർത്തനങ്ങള് എന്നത് പ്രത്യേകം പറയണം. അപ്പോഴേക്കും എന്താ ദൂരത്ത് നിന്ന് ഇങ്ങനെ ഉറക്കല്ലേ ഓടക്കുഴല് വായിക്കണം. ഓടക്കുഴല് വായന കേട്ടപ്പോഴേക്കും ആ ഗോപസ്ത്രീകൾ അവര് ഓരോരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഓടി വന്നതാ ഭഗവാനെ എതിരേൽക്കാനായിട്ട്. എത്ര നേരായി കണ്ടിട്ട് അല്ലേ എന്നുള്ള ഇതിലവർ ഓടി വരികയാണ് എല്ലാവരും കൂടി. ഗോപസ്ത്രീകള് വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണു. അപ്പൊ അവരുടെ കണ്ണുകൾക്ക് പരമാനന്ദം നൽകുന്ന ദർശനത്തോടു കൂടിയ ആ ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാൻ അവരെ ഇങ്ങനെ കടാക്ഷിക്കുന്നുണ്ട് സുന്ദരമായിട്ട്, അതിസുന്ദരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട്. രാധാസഹായം അതിസുന്ദരമന്ദഹാസം എന്ന് പറയണ്ടല്ലോ. അതിസുന്ദരമായ മന്ദഹാസത്തോട് കൂടിയിട്ട് ആ ഗോപസ്ത്രീകളെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. അദ്യ അനേന മഹാവ്യാളോ യശോദാനന്ദസൂനുന ഹതോ പിതാ വയം ജാസ്മാത് ഇതി ബാല പ്രജേജഗു. അപ്പൊ ആ കുട്ടികളെ ഇവരെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും എല്ലാവരും കൂടി ഒന്നിച്ചു പറയാണ്, ഇന്നേ
ഈ കാട്ടിൽ വെച്ച് യശോദയുടെ പുത്രനായ ഈ കണ്ണനുണ്ടല്ലോ, ഒരു വലിയൊരു പാമ്പിനെ കൊന്നു. അപ്പൊ വേറൊരാള് പറയും, ഈ നന്ദഗോപരുടെ പുത്രനായ ഈ കൃഷ്ണനെ ആ പാമ്പിന്റെ വായില അകപ്പെട്ട് ഞങ്ങള് ആ പാമ്പിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കേറി ഗുഹയാണെന്ന് വിചാരിച്ചിട്ടേ. ഇവിടെ കണ്ണനും കൂടി കേറിയപ്പോ പാമ്പ് വായടച്ചു. അങ്ങനെ കണ്ണൻ ആ പാമ്പിനെ വധിച്ചു. കൊന്നു കണ്ണൻ ആ പാമ്പിനെ. എന്നിട്ട് ഞങ്ങളെല്ലാം ആ പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷിച്ചു. ഇങ്ങനെയൊക്കെ അവര് ഉറക്കെ പറയാ. ചിലരിങ്ങനെ യശോദാസൂനു എന്ന് പറയുന്നുണ്ട്, ചിലര് നന്ദസൂനു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കണ്ണന്റെ അത്ഭുത ലീലകളെ കുറിച്ച് കുട്ടികൾ ഇങ്ങനെ അമ്മമാരോട് ഇങ്ങനെ പറയണു. രാജോവാച ബ്രഹ്മൻ പരോത്ഭവേ കൃഷ്ണേ ഇയാൻ പ്രേമാ കഥം ഭവേൽ യോ അഭൂതപൂർവസ്തോകേഷു സ്വോത്ഭവേഷ്വപി കഥ്യതാം. ഒക്കെ കേട്ടപ്പോ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, ഹേ ബ്രഹ്മൻ, അങ്ങക്ക് അറിയാത്തതൊന്നുമില്ലല്ലോ. ലോകത്തില് അത്യുത്തമ ഗുണശാലികളായിരിക്കുന്ന പുണ്യന്മാരുടെ പുത്രന്മാരെ എത്ര ഗുണമുള്ളവരാണെങ്കിലും തന്റെ പുത്രന്മാരെ അത്ര ഗുണമൊന്നുമില്ലെങ്കിലും തന്റെ പുത്രന്മാരല്ലേ എല്ലാവരും അധികം സ്നേഹിക്കുക. ഈ വ്രജവാസികൾക്ക് തന്റെ പുത്രന്മാരെക്കാൾ ഈ ശ്രീകൃഷ്ണനിൽ ഇങ്ങനെ അതിപ്രേമം ഉണ്ടായത് എന്താ അതിന് കാരണം എന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു. ബ്രഹ്മർഷി മറുപടി പറയാണ്, സർവേഷാമപി ഭൂതാനാം നൃപ സ്വാത്മൈവ വല്ലഭ ഇതരേ അപത്യവിദ്യാദ്യ തൽ വല്ലഭതയൈവ ഹി. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ പരമാത്മ സ്വരൂപനായതുകൊണ്ടാണ് എല്ലാവർക്കും ഭഗവാനോട്, ആ ശ്രീകൃഷ്ണനോട് ഇത്ര പ്രേമം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രീശുക ബ്രഹ്മർഷി ആദ്യമായിട്ട് ആത്മാവിന്റെ പ്രേമാത്മകതയെ വിവരിക്കുകയാണ്. ശ്രീശുക ബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, ആത്മാവ് പരമാനന്ദ സ്വരൂപനാകുന്നു. അതുകൊണ്ട് സകല പ്രാണികൾക്കും അവരവരുടെ ആത്മാവിൽ തന്നെയാണ് സർവാധികമായിരിക്കുന്ന പ്രേമം. ആത്മപ്രീതി നിമിത്താണ് ഇതരങ്ങളായ സന്താനം, ധനം, ധാന്യം, ഗൃഹം മുതലായ വിഷയങ്ങളില് സ്നേഹം ഉണ്ടാകുന്നത്. ആത്മസുഖ ലാഭത്തെ ആഗ്രഹിച്ചിട്ടാണ് ധനാദികളെ, ധനം മുതലായവയിലെ പ്രാണികള് സ്നേഹിക്കുന്നത്. അതിനാൽ നിരുപാധികമായിരിക്കുന്ന നിരതിശയ പ്രേമം ആത്മാവിൽ തന്നെ എന്നുള്ളതിൽ സംശയിക്കാനൊന്നുമില്ല. തത് രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനാം ന തഥാ മമതാലംബി പുത്രവിത്ത ഗൃഹാദിഷു. അതുകൊണ്ട് ഹേ രാജേന്ദ്ര, ആത്മാവു തന്നെ ശ്രേഷ്ഠ വസ്തു എന്നുള്ളതിന് ലോകസമ്പ്രദായം സൂക്ഷിച്ചറിഞ്ഞാൽ മതി. പ്രായേണ അജ്ഞന്മാരായിരിക്കുന്നവർക്ക് ഞാൻ എന്നുള്ള വിചാരം ദേഹത്തെ കുറിച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ദേഹം അഹങ്കാരാസ്പദമാണ്. എൻ്റെ ദേഹം, ഞാൻ ഞാൻ ഞാൻ, അത് മാത്രമേ സാധാരണക്കാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ സകല ശരീരികൾക്കും ദേഹത്തിൽ ഏതുവിധം സ്നേഹം ഉണ്ടായിരിക്കുന്നുവോ ആ വിധം സ്നേഹം ദേഹസംബന്ധികളായിരിക്കുന്ന പുത്രന്മാര്, ഭാര്യ, ഭവനം, ധനം ഇതിലൊക്കെ ഉണ്ടാവും. അതുപോലെ സ്നേഹം, അത്രയും സ്നേഹം ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ധനത്തിനോടോ പുത്രന്മാരോടോ ഒന്നും ഉണ്ടാവില്ല അവർക്ക്. എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഞാനാണ് മുഖ്യം. എനിക്ക് എന്തെങ്കിലും ദുഃഖം സംഭവിച്ചാൽ, കുട്ടികളെ ഇതിനൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് വിഷമം അവരെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടുകൂടി ആ പുത്രിമാരോടുള്ള സ്നേഹം, ഭാര്യയോടൊക്കെ ഉള്ള സ്നേഹമൊക്കെ അങ്ങോട്ട് പോകും. എന്നോട് തന്നെയാണ് കൂടുതൽ സ്നേഹം, അവരുടെ ദേഹം തന്നെ. അതിന് എന്തെങ്കിലും വിഷമം വന്നാൽ അപ്പൊ മനസ്സിലാവും. അതാണ് പറയുന്നത്, ദേഹസംബന്ധികളെ സ്വദേഹ സുഖാവശ്യത്തിന് വേണ്ടി സ്നേഹിക്കണം. എനിക്ക് സുഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെയൊക്കെ, എൻ്റെ ഭാര്യ മക്കളെയൊക്കെ ഞാൻ സ്നേഹിക്കണതെന്ന്. എത്രയോ സ്നേഹിച്ച് സമ്പാദിച്ച ധനം ഒക്കെ ദേഹത്തിൽ ബാധിച്ച ആ രോഗങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെലവ് ചെയ്യണു അല്ലെ. പ്രിയപ്പെട്ട പുത്രൻ തന്റെ ആജ്ഞ കേൾക്കാത്തവനായി വരുമ്പോ എന്നാ വേണ്ട, അവനെ ഉപേക്ഷിക്കണം. ഇങ്ങനെ തന്നെ ഭാര്യ മുതലായ സകലരെയും എനിക്ക് അസുഖം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലായാൽ, എന്റെ ദുഃഖത്തിന് കാരണമാണെന്ന് മനസ്സിലായാൽ, എന്റെ ദേഹ സുഖവിരോധികളെന്ന് കണ്ടാൽ അപ്പോ ഇവരെയൊക്കെ ഉപേക്ഷിക്കണം. അതുകൊണ്ട് അഹന്താസ്പദമായിരിക്കുന്ന ദേഹത്തിൽ മമതാസ്പദമായിരിക്കുന്ന ധനാദികളിലുള്ളതിനേക്കാൾ അധികം പ്രേമമുണ്ട് എന്ന് തെളിയണം. ദേഹാത്മവാദിനാം പുംസാം അപി രാജന്യ സത്തമ യഥാ ദേഹ പ്രിയതമ
തഥാ നഹ്യനുയേചതം. ദേഹം തന്നെ ആത്മാവെന്ന് വിശ്വസിച്ചിരിക്കുന്ന മൂഢന്മാർക്ക് അവരുടെ ദേഹത്തിൽ സർവോത്കൃഷ്ടമായിരിക്കുന്ന പ്രേമാധിക്യമുള്ളതുപോലെ ദേഹസംബന്ധികളായിരിക്കുന്ന പുത്ര പശു ഗൃഹാദികളില് അതുപോലെയുള്ള സ്നേഹം കാണപ്പെടുന്നില്ല. അത്രയുള്ള സ്നേഹമൊന്നും തന്റെ ദേഹത്തിനോടുള്ളത് പോലെ വേറെ ആരോടും ഇല്ല. ദേഹമേ ആത്മാവെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അവര്. അതുകൊണ്ട് ഇവര് ദേഹത്തെ അധികം സ്നേഹിക്കുന്നു. ആർക്ക് ഏതിൽ ആത്മബുദ്ധിയുണ്ടോ അവർ അതിനെ സ്നേഹിക്കും എന്നുള്ള ന്യായം എല്ലാവരെയും, മൂഢന്മാരെയും ജ്ഞാനികളെയും ഒരുപോലെ സമ്മതിക്കുന്നത്. അത് ജ്ഞാനികൾക്കും ഇങ്ങനെ സംഭവിക്കാമെന്ന് പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.